ഹായ് എവറി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടെയിൽസ് എന്ന സിനിമയുടെ ഡയറക്ടറും അതേപോലെ അതിലൂടെ നമ്മുടെ മുമ്പിൽ എത്താൻ പോകുന്ന കുറച്ച് കാസ്റ്റാണ് അല്ലെ. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഹാപ്പിയാണ്. അത് മുഖത്തുനിന്ന് നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഹാപ്പിയാണെന്ന്. കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോ ഹാപ്പി അല്ലേ? ടെൻഷൻ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റില്ല. പുതുവർഷം ആകാറായി, അതിനനുസരിച്ചൊരു പുതിയൊരു വലിയൊരു വിശേഷമായിട്ട് വന്നേക്കാണ്. ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ. ഫെസ്റ്റിവൽ സീസണിലെ ഒരു സിനിമ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ 2025 വർഷത്തിലെ ആദ്യത്തെ സിനിമ. അതൊന്നും വലിയൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു, പുതുവർഷം എന്ന് പറഞ്ഞതിലേക്ക് ഒരു ഫസ്റ്റ് നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലേ. ദൈവം അനുഗ്രഹിച്ച അങ്ങനെ അങ്ങനെ നമ്മൾ ബി പോസിറ്റീവ്. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് January 3rd അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിനിമയെ പറ്റി ഞാൻ സംസാരിച്ചു തുടങ്ങാം. മലബാർ ടെയിൽസ് എന്ന സിനിമയെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാമോ? അത് ഡയറക്ടറാണ് അതിനെ കുറിച്ച് പറയാൻ യോഗ്യനായിട്ടുള്ള. ഇത് ഒരു ആന്തോളജിയാണ്. 5 പടം, 5 പടം, 5 ട്രീറ്റ്മെന്റ്, 5 സാധാരണ വീടിന്റെ കഥ. ഓക്കെ, ഓരോരോ വീട്ടിന്റെ കോൺഫ്ലിക്ട്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ പറയുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ്. ആൻഡ് ആൾക്കാരെ, ജനങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട്സ്. അതാണ് മെയിൻ ട്രെൻഡ്. ശരിയാണ്. നമ്മളൊരു മൂവി ഇറക്കുമ്പോൾ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റി അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ 5 കഥകളാണെങ്കിലും 5 സിനിമകളായിട്ട് ഒരു ബന്ധമില്ലാത്ത കഥകളാണ്. 5 വീടാണ്. ഓക്കെ. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മുടെ ഈ മൂവിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാവോ? ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത് ശതാഭിഷേകം എന്നുള്ള മൂവിയാണ്. അതിലെ 2 ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ റോളാണ്. അങ്ങനെ ഒരു കാര്യം കണ്ടില്ലേ? ഒരു അച്ഛനും മകനും. ഒരു 84 വയസ്സായ അച്ഛൻ, 42 വയസ്സായ മകൻ. അതെ, ഡബിൾ ഏജും ഡബിൾ ആണ്. അതിനനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരില്ല. അപ്പൊ നല്ല രീതിക്ക് ആ പാട്ടൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് നമ്മുടെ മേക്കപ്പ് മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന റഷീദ് അഹമ്മദ് ആണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അദ്ദേഹം. നല്ലൊരു പണിയാണ് ചെയ്തിരിക്കുന്നത്. ഫാബുലസ് ജോബ് വിത്തിൻ എ ഷോർട്ട് ടൈം. കാരണം നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 4-5 തവണ ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏജ്ഡ് ഗെറ്റപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂറിലധികം വേണ്ടി വന്നിരുന്നു. പുള്ളി മാത്രമല്ല, നമുക്ക് ഡ്യൂപ്പും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം കരിയറിന്റെ തുടക്കകാലത്ത് നമുക്കൊരു ഡബിൾ റോൾ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വേറൊരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറുമായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നപ്പോൾ അതിനകത്ത് ഒരു ഡബിൾ റോളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കാര്യങ്ങൾ ശരിയായി വരാനും പിന്നെ ഒരു അക്സെപ്റ്റൻസ് വേണമല്ലോ ഓഡിയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്കത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ടേക്സ് ടൈം. അപ്പോൾ അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു ലോട്ടറി വന്നത്. അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ. പിന്നെ അത് ചെയ്തപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയി, ത്രില്ലിങ് ജേണി ആയിരുന്നു അത്. പിന്നെ അത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എന്നെ തന്നെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. കാരണം നമ്മളെ വേറൊരു രീതിയിൽ കാണുമല്ലേ. ഒരു 40 വർഷം അല്ല, നല്ല ടെക്നിക്കൽ സൈഡാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരു 40 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു രൂപം അതെ അതെ ഇപ്പൊ തന്നെ കണ്ടു. ബാനക സാറിന് ഫിൽറ്റർ ഇട്ട് നോക്കുക. അല്ല, ഭാഗ്യത്തിന് അത് മോശമായ ഗെറ്റപ്പ് അല്ലായിരുന്നു കേട്ടോ. നല്ല ആദ്യത്വമുള്ള ഒരു കാരണവരാണ്. അതുകൊണ്ട് താങ്ക്സ്. ഒരു ദരിദ്രവാസിയാക്കിയില്ല വയസ്സാവുമ്പോ. അല്ല, ഇതിന്റെ ക്യാമറ സൈഡ് ആയാലും ഒക്കെ നല്ല. ഇപ്പം അഷ്റഫ് പാലാഴിയാണ് നമ്മളെ പടം ബംഗ്ലാവ് എന്ന് പറയുന്ന പടം ക്യാമറ ചെയ്ത്. അനിലിന്റെ പടം അപ്പുവാണ്. ഒരു ഗെറ്റപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിരുന്നു. പിന്നെ ഇനിയെല്ലാം പറയേണ്ടത് ഓഡിയൻസ് ആണ്. അവർ കണ്ടിട്ട് അവർക്ക് എന്തുമാത്രം അത് കൺവിൻസിങ് ആണ്. പെർഫോമൻസിൽ ലിമിറ്റഡ് ബഡ്ജറ്റാണ്, വലിയ ബഡ്ജറ്റ് അല്ല. ആ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഓവർകം ചെയ്യാൻ പറ്റിയാണ് വിശ്വാസം. ഓക്കെ, മാക്സിമം ബാക്കി ഓഡിയൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. പ്രദീപ് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി. ഞാൻ ബംഗ്ലാവ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം അതൊരു എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോമഡി കഥാപാത്രമാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ കൂടെ, കുറച്ച് ഇമോഷൻ സൈഡ് കൂടെ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്.
അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷം. കാരണം നമ്മൾ പതിവ് കോമഡികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ് ഇതിലെ പേരില്ലാത്തൊരു കഥാപാത്രം. അതൊരു മെയിൻ കാര്യമാണ്, പേരില്ലാതെന്ന് പറയുമ്പോ. ലാസ്റ്റ് വരെ പേരില്ല. പേരില്ല, പേരില്ലാതെ ഒന്ന് പേരെടുക്കാൻ പോകുന്ന ആളാണ്. അങ്ങനെ ആവട്ടെ. അതെ